പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ നിലപാടുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് ധനസഹായം നൽകിയിരുന്നത് നിർത്തലാക്കിയെന്ന് മാത്രമല്ല, ഇന്ത്യയെ കാര്യമായി പരിഹസിക്കുകയും ചെയ്തു. ഉയർന്ന ടാക്സ് വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അത്തരമൊരു രാജ്യത്തിന് വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ US സാമ്പത്തിക സഹായം നൽകുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയർത്തിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പരിഹാസം. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ധനസമാഹരണത്തിനായി $21 ബില്യൺ അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയത്. അമേരിക്കയുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതല്ല എന്നായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇതുകൂടാതെ അമേരിക്കയിലെ ഇന്ത്യൻ പൗരന്മാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രീതിയും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയും 40 മണിക്കൂറോളമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് സൈനിക വിമാനത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. മോദിയുടെ US സന്ദർശനത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്നതിന്റെയും വിമാനത്തിൽ കയറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വൈറ്റ് ഹൗസ് പങ്കുവച്ച വീഡിയോ ഇലോൺ മസ്കും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണയിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവന്നതിനെ പാർലമെന്റിൽ ന്യായീകരിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കയുടെ പുതിയ നിലപാടുകളിൽ പ്രതികരിച്ചിട്ടില്ല.